ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വി ആൻഡ് വ്ളോഗ്സ്. എൻ്റെ പേര് നന്ദന എന്നാണ്. സോ എന്താ പറയുക, പേരറിയാത്തവർ ബുദ്ധിമുട്ടണ്ട. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ എന്താ പറയുക എല്ലാവർക്കും ഒന്ന് പരിചയമാകുന്നവരെ പേരും പറയാം എന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ പേര് നന്ദന എന്നാണ്. സോ നമുക്ക് ഇന്നത്തെ മൂവി ഞാനൊരു സജഷനാണ് ചെയ്യുന്നത്. മൂവി സജഷൻ കുറേ മൂവി സജഷൻസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കൂടുതലും ആക്ഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഫാൻറ്റസി ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു ഹൊറർ മൂവിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹൊറർ സയൻറ്റിഫിക് മൂവിയാണ്. സോ മൂവി സജഷൻ എന്ന് പറയുമ്പോൾ ഈ മൂവിയിലുള്ള മെയിൻ ക്യാരക്ടർ നിങ്ങൾ ഇപ്പോൾ ബ്ലാക്ക് പാന്തറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹിന്ദി മൂവിയാണ്, ഇംഗ്ലീഷാണ്, അത് മറക്കണ്ട. ഞാൻ ചിലപ്പോൾ ഞാൻ ലാംഗ്വേജ് പറയാൻ മറക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറക്കാതെ പറയണ ഇംഗ്ലീഷ് മൂവിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടർ മെയിൻ റോൾ ചെയ്തിട്ടുള്ള ആളെ ഇപ്പോൾ ബ്ലാക്ക് പാന്തർ മൂവി കണ്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിലാക്കും. ഓക്കെ, ഈ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് ആ ക്യാരക്ടർ ആയിട്ട് പെട്ടെന്ന് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലാക്ക് പാന്തർ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്ന മൂവീസാണ് ഞാൻ അതൊക്കെ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മൂവി സജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടറിനെ കണ്ടപ്പോൾ ഞാൻ ഈ മൂവി പെട്ടെന്ന് ഓർത്തെടുത്തു. സോ ഇനി നമുക്ക് അപ്പോൾ ഞാൻ പറയാം, ഈ മൂവി കഴിഞ്ഞ വർഷമാണ് റിലീസാകുന്നത്. 2022 റിലീസാകുന്നത്. ഞാൻ ആ വർഷം തന്നെ കണ്ടും ചെയ്തു കേട്ടോ. OTT റിലീസായപ്പോഴാണ്. ഞാനൊരു OTT റിലീസിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ കൂടുതൽ അങ്ങനെയാണ് കാണാറ് മൂവി. സോ എനിക്ക് എന്താണ് മൂവി സജസ്റ്റ് ചെയ്യുന്നത്, നേരത്തെ പോയി കണ്ടിട്ടൊക്കെ പറഞ്ഞൂടെ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം ഇംഗ്ലീഷ് മൂവീസ് ആകുമ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ ഒരു ലൊക്കാലിറ്റിയിൽ റിലീസാവണം എന്നില്ല ഫസ്റ്റ്. പിന്നെ എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. എല്ലാവരും ഒന്നും ഇൻട്രസ്റ്റഡ് അല്ല. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. ഞാൻ ഒറ്റയ്ക്ക് പോകാനായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ വളരെ റെയറായിട്ട് ഇപ്പോൾ അവഞ്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ റിലീസ് ആക്കണമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ ചില മൂവീസ് മാത്രമല്ലേ റിലീസാവുള്ളൂ. ഞാൻ OTT ആണ് കൂടുതൽ അങ്ങനത്തെ കാണുക. പിന്നെ എന്താ പറയുക, എന്നാലും ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് പോയി കണ്ട മൂവി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബാഹുബലി എങ്ങനെയാണെന്ന് തോന്നുന്നു. ബാഹുബലി 2 ആണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം പോയിട്ടില്ല. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ. പിന്നെ ഞാൻ ലൂസിഫർ, പിന്നെ മലയാളത്തിലെ ഒപ്പം ഈ മൂവീസൊക്കെ, പിന്നെ 2.0 നമ്മുടെ ഇന്ത്യൻ 2.0 ഒക്കെ ഞാൻ കണ്ടത് തിയേറ്ററിൽ പോയിട്ട്. അന്ന് കണ്ടതാണ്. പിന്നെ തിയേറ്ററിൽ പോയിട്ടേ ഇല്ല. ഓക്കെ, പോകണം. ഓക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ യൂട്യൂബൊക്കെ ഒന്ന് ഗ്രോ ആവട്ടെ, എന്നിട്ട് അതിൽ നിന്നൊക്കെ കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഡയറക്റ്റ്ലി അതിൻ്റെ റിവ്യൂസൊക്കെ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ സജസ്റ്റ് ചെയ്യാം. ഒരു ഹൊറർ സയൻറ്റിഫിക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് റിലീസായിട്ടുള്ളത്. 2022 യൂണിവേഴ്സൽ പിക്ചേഴ്സാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. സോ നമുക്ക് മൂവി നെയിം പറയാം. മൂവിയുടെ പേര് നോപ്പ് എന്നാണ്. NOPE ആണ്. നോപ്പ്. ഇതൊരു സയൻറ്റിഫിക് ത്രില്ലർ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ബ്രദർ ആൻഡ് ഒരു സിസ്റ്റർ. ഇവർ എന്താ പറയുക, ഈ കാലിഫോർണിയ എന്ന പ്ലേസിന് ബേസ്ഡ് ആയിട്ടാണ്, അവിടെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അവിടെ ഒരു ഹോഴ്സ് റെസ്റ്റ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഈ കുതിര, അതെന്തൊരു എനിക്കറിയത്തില്ല അതെന്ത് ശരിക്കും പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ. നമ്മുടെ ആകാശത്ത് എന്തൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സംഭവം കാണുകയാണ്. അതിന് റിലേറ്റഡ് ആയിട്ടാണ്. ബട്ട് ഇതൊരു ഹൊറർ മൂവിയാണ്. എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഈ മൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര പേടിപ്പെടുന്നൊരു എന്താ പറയുക ഒരു സീൻ ഇതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതെന്താ ഞാൻ പറഞ്ഞില്ല, ഒരു റെയിനാണ് സംഭവം. പക്ഷെ ആ റെയിനിങ് ഒരു വീടിൻ്റെ മുകളിലൊരു റെയിനിങ് ആണ്, ഒരു പ്രത്യേകതരം സംഭവമാണ്. അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സീൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കണ്ടിട്ടൊന്ന് ആ പോർഷൻ എന്താണ് റെയിനിങ്ങിൽ ശരിക്കും റെയിൻ ചെയ്യുന്നത്, ഐ മീൻ മഴ പെയ്യുന്നത് എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും. സോ ഇത്രയൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിലെ ആക്ടറിൻ്റെ പേര് ഡാനിയൽ എന്നാണ്. പിന്നെ കുറച്ചും കൂടിയുണ്ട്, നമുക്കങ്ങനെ പറയാമല്ലോ. ഡാനിയൽ, പിന്നെ എന്താ പറയുക, പൾമർ എന്നാണ് ആക്ട്രസിൻ്റെ പേരെന്ന് തോന്നുന്നു. ഓക്കെ, ആക്ട്രസിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എഴുതി വെച്ചപ്പോൾ ആളുടെ പേര് അങ്ങോട്ട് മാറിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ എന്താ പറയുക, എൻ്റെ പേഴ്സണൽ സജഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. സോ
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ആക്ടറിൻ്റെ നിങ്ങൾ ഈ ആക്ടറിൻ്റെ മൂവീസ് വേറെ ബ്ലാക്ക് പാന്തർ ആൻഡ് ഈ ഒരു മൂവി അല്ലാതെ വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ.